പലതരം തട്ടിപ്പുകൾ. ഓരോ മേഖലകളിലായി പലയിടങ്ങളിൽ തട്ടിപ്പ്. പറഞ്ഞു വരുന്നത് അയോധ്യയെക്കുറിച്ചല്ല കേട്ടോ, അതൊരു ഭാഗത്തുകൂടി അങ്ങനെ നടക്കുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ്, അതും കേരളത്തിൽ. അയോധ്യയിൽ ക്ഷേത്ര സംഭാവനയിൽ തട്ടിപ്പെങ്കിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഫണ്ടിലാണ് BJPയുടെ പുതിയ തട്ടിപ്പ്. BJP അണികൾക്ക് നേതൃത്വം തന്നെ തട്ടിപ്പ് നടത്തുന്ന രീതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. വളരെ ഭംഗിയായി അവർ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തവണ ആശാനെ അറിയിക്കാതെ ശിഷ്യന്മാർ ചേർന്ന് ഫണ്ട് വെട്ടിപ്പ് ആസൂത്രണം ചെയ്ത പോലത്തെ അവസ്ഥയാണ്. ഫണ്ട് മുക്കുന്നതും കള്ളപ്പണം വെളുപ്പിക്കുന്നതൊന്നും BJPക്ക് ഒരു പുതിയ കാര്യമല്ല. എന്നാൽ ഈ പ്രാവശ്യം മുക്കിയ ഫണ്ട് എല്ലാവർക്കും പങ്കിട്ടെടുക്കാൻ കഴിഞ്ഞു കാണില്ല. പാർട്ടിക്കുള്ളിൽ തന്നെ ഫണ്ട് വിവാദം പുകയുന്ന സാഹചര്യമായതുകൊണ്ട് അതാകാനാണ് സാധ്യത. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന BJPക്ക് കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ടിൽ വൻ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തൽ. പാർട്ടിക്കൊടിയും ചിഹ്നവും വിതരണം ചെയ്തത് മുതൽ സോഷ്യൽ മീഡിയ പ്രചാരണം വരെയുള്ള കാര്യങ്ങളിലാണ് ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി, ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, സംസ്ഥാന ട്രഷറർ എന്നിവരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കേന്ദ്രം സൗജന്യമായി കൊടുത്ത പാർട്ടിക്കൊടി സംസ്ഥാന BJP അംഗങ്ങളങ്ങ് വിറ്റു. അതും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മാത്രം 3.25 ലക്ഷം രൂപയ്ക്ക്. എന്നിട്ട് പലചരക്ക് കടയുടെ പേരിൽ ഒരു ബില്ലും. BJPയുടെ തന്നെ മണ്ഡലം ഭാരവാഹിയെയാണ് ഇവർ തട്ടിപ്പിനിരയാക്കിയതെന്നാണ് വിവരം. തീർന്നില്ല, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ ചില നേതാക്കൾ ലക്ഷപ്രഭുക്കളായി. സഹകരണ ബാങ്കിലുണ്ടായിരുന്ന 40 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കുന്നു. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തയാൾ 17 ലക്ഷം രൂപയുടെ കാർ EMI പോലുമില്ലാതെ സ്വന്തമാക്കുന്നു. എന്നിട്ട് ഏലം വിറ്റാണ് കാർ വാങ്ങിയതെന്ന വിശദീകരണം. വളരെ സംഘടിതമായ അഴിമതിയായിരുന്നു പാവങ്ങൾ നടത്തിയത്. ദേശീയ നേതാക്കളും താരപ്രചാരകരും വന്നപ്പോൾ ഹോട്ടലും സൗകര്യങ്ങളും ഒരുക്കിയതിന്റെ പേരിലും ലക്ഷങ്ങൾ തട്ടിച്ചു. 100 മണിക്കൂർ പറക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത വകയിലും പണം മുക്കി. ഡ്രോൺ ഷോ നടത്താമെന്ന് പറഞ്ഞും പോഡ്കാസ്റ്റ് ചെയ്യാനുമായി ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. ഈ തട്ടിപ്പും വെട്ടിപ്പും കണ്ട് കേന്ദ്ര നേതൃത്വം വരെ ഞെട്ടി. ഒരുപാട് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. തട്ടിപ്പുകൾ കേമന്മാരായ BJP നേതാക്കളെ അവർ അനുകരിച്ചു എന്ന് കരുതിയാൽ മതി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ കൊടകര കുഴൽപ്പണക്കേസ് ആരും മറന്നു കാണില്ലല്ലോ. കേരളത്തിൽ BJPക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെലവഴിക്കാനായി 41.40 ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. 2017 വർക്കല SR മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭ്യമാക്കാമെന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ കോഴ വാങ്ങിയ സംഭവമാണ് മറ്റൊന്ന്. ഇതിൽ പാർട്ടി അംഗങ്ങൾക്കെതിരെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നിരുന്നു. സംഭവത്തിൽ നിലവിലെ തിരുവനന്തപുരം മേയർ വരെ അന്ന് അച്ചടക്ക നടപടികൾ നേരിട്ടു. ഇതെല്ലാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് BJP നേതാക്കൾ ഇപ്പോൾ തടിയുയരാൻ ശ്രമിക്കും. പിന്നീട് ഈ തട്ടിപ്പ് വീരന്മാരെയൊക്കെ തന്നെ കൊണ്ടുവന്ന് ഒരുമിച്ച് കൊള്ള നടത്തും. അതങ്ങനെയാണല്ലോ, ഈ തട്ടിപ്പ് ചരിത്രങ്ങളെല്ലാം ആവർത്തിക്കുന്നുവെന്ന് മാത്രം.